ഞെട്ടിപ്പിക്കുന്ന അപ്രതീക്ഷിത തിരിച്ചടിയാണ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM-നുണ്ടായത്. തെരഞ്ഞെടുപ്പ് ഫലം വിശകലനം ചെയ്യുകയാണ് CPM. ആദ്യം ജില്ലാതലത്തിൽ വിശകലനങ്ങൾ നടത്തി. നേതൃത്വത്തിനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് ഉയർന്നത്. പിണറായി വിജയന്റെ ശൈലി വലിയ തിരിച്ചടിയായതായി വിലയിരുത്തലുണ്ടായി. പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ശൈലിയും വിമർശന വിധേയമായി. നേതൃത്വം തിരുത്തൽ വരുത്തണമെന്ന ആവശ്യമാണ് എല്ലാ ജില്ലകളിൽ നിന്നും ഉയർന്നത്. പ്രത്യേകിച്ച് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ പോലും നേതൃത്വത്തിനെതിരെ വലിയ വിമർശനമുണ്ടായി. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകുന്നതിനെതിരെയും ജില്ലാ നേതൃത്വങ്ങൾ നിലപാട് സ്വീകരിച്ചു. തിരുത്തൽ വേണമെന്ന് തന്നെയാണ് ജില്ലാ വിശകലന യോഗങ്ങളിലും ഉയർന്ന പൊതുഅഭിപ്രായം. ജില്ലാതല വിശകലനങ്ങൾക്ക് പിന്നാലെ ഏരിയ തല വിശകലനങ്ങളും തുടങ്ങി. കൊല്ലം ജില്ലയിലെ ചില ഏരിയ കമ്മിറ്റികളിൽ ചേർന്ന വിശകലന യോഗങ്ങളിൽ പിണറായിയെ വിമർശിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയെന്ന വിവരം വരുന്നു. CPM കൊട്ടാരക്കര, നെടുവത്തൂർ ഏരിയ കമ്മിറ്റികളുടെ സംയുക്ത യോഗത്തിലാണ് സംഭവം. യോഗത്തിൽ പങ്കെടുത്തത് ഏരിയ കമ്മിറ്റി അംഗങ്ങളും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരുമാണ്. ഇതേ തുടർന്ന് ഒരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി യോഗം ബഹിഷ്കരിച്ചു. സംസ്ഥാന നേതൃത്വത്തിനെതിരെ അതിരൂക്ഷ വിമർശനം ഉയർത്തിയത് കരീപ്ര സൗത്ത് ലോക്കൽ സെക്രട്ടറിയാണ്. തെരഞ്ഞെടുപ്പ് പരാജയത്തിന് കാരണം പിണറായി വിജയനും MV ഗോവിന്ദനുമാണെന്ന് ലോക്കൽ സെക്രട്ടറി തുറന്നടിച്ചു. പരാജയത്തിന് സമുദായ സംഘടനകളെയും ന്യൂനപക്ഷങ്ങളെയും കുറ്റപ്പെടുത്തിയിട്ട് എന്താണ് കാര്യമെന്നാണ് ലോക്കൽ സെക്രട്ടറി ചോദിച്ചത്. ഇതോടെ ഇക്കാര്യങ്ങൾ പറയേണ്ടെന്ന് വിലക്കുണ്ടായി. തുറന്നു വിമർശിക്കാമെന്ന് സംസ്ഥാന നേതൃത്വം പറഞ്ഞത് ഇതോടെ ലോക്കൽ സെക്രട്ടറി ചൂണ്ടിക്കാട്ടി. എന്നാൽ ലോക്കൽ സെക്രട്ടറിയുടെ ആവശ്യം അംഗീകരിച്ചില്ല. ഇതോടെ യോഗം തീരും മുൻപ് ലോക്കൽ സെക്രട്ടറി പുറത്തുപോയി. കേന്ദ്ര കമ്മിറ്റി അംഗം KN ബാലഗോപാൽ, സംസ്ഥാന കമ്മിറ്റി അംഗം S രാജേന്ദ്രൻ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തിരുന്നു. മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനും പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുമെതിരെ അതിശക്തമായ വിമർശനമാണ് ജില്ലാ തലത്തിലുള്ള തെരഞ്ഞെടുപ്പ് വിശകലനത്തിനിടെയുണ്ടായത്. കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയിൽ സംസ്ഥാന നേതൃത്വത്തിനെതിരെ അതിരൂക്ഷമായ വിമർശനമുയർന്നു. നേതാക്കളുടെ ജനങ്ങളോടുള്ള സമീപനത്തിൽ മാറ്റമുണ്ടാകണം. നേതാക്കളുടെ ധാർഷ്ട്യം കൊണ്ട് സർക്കാരിന്റെ നേട്ടങ്ങളൊന്നും ചർച്ചയായില്ല. പിണറായി വിജയന്റെ വീട്ടിൽ പോയി ചോദിച്ചാൽ മതി ഉൾപ്പെടെയുള്ള പരാമർശങ്ങൾ ജനങ്ങൾക്കിടയിൽ അവമതിപ്പുണ്ടാക്കി. സർക്കാരും പാർട്ടിയും പ്രവർത്തിച്ചത് രണ്ട് ധ്രുവങ്ങളിലാണ്. PK ശ്രീമതി വായിൽ തോന്നുന്നതാണ് വിളിച്ചു പറയുന്നത്. പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്ക് അണികൾ ക്ലാസ് എടുക്കേണ്ട അവസ്ഥയാണുള്ളത്. ഇത്തരത്തിൽ പാർട്ടി നേതൃത്വത്തെ CPM കാസർഗോഡ് ജില്ലാ കമ്മിറ്റി പ്രതിക്കൂട്ടിൽ നിർത്തി. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ വിവിധ ജില്ലാ കമ്മിറ്റികളിൽ CPM-ൽ നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർന്നത്. കൊല്ലം, തിരുവനന്തപുരം, പത്തനംതിട്ട, കണ്ണൂർ, ആലപ്പുഴ ജില്ലകളിലും നേതൃത്വത്തിനെതിരെ വിമർശനമുണ്ടായി. CPM ഇടുക്കി ജില്ലാ കമ്മിറ്റിയിലും സംസ്ഥാന നേതൃത്വത്തിന് രൂക്ഷ വിമർശനമുണ്ടായി. പാർട്ടിയിൽ അടിമുടി തിരുത്തൽ വേണമെന്ന ആവശ്യമാണ് താഴെത്തട്ടിൽ നിന്നും ഉയർന്നത്. എന്നാൽ CPM അതിന് തയ്യാറാകുമോ എന്ന് കണ്ടറിയണം.